ബംഗ്ലാദേശിൽ ആൾക്കൂട്ടാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനോടിയ യുവാവാണിപ്പോൾ കുളത്തിൽ ചാടിയതിനു ശേഷം അയാളുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മിഥുൻ സർക്കാർ. മിഥുൻ സർക്കാരിന്റെ മരണമാണിപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ ഇരയാണ് മിഥുൻ സർക്കാർ. വിനീത വിജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, പറയൂ. അതില്ല, കഴിഞ്ഞ ദിവസവും ഈ സമാനമായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസവും 2 ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെയുള്ള 7ാമത്തെ യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച ആൾക്കൂട്ടം ഈ മിഥുൻ സർക്കാർ എന്ന യുവാവിനെ പിന്തുടരുകയായിരുന്നു. തുടർന്ന് ഈ ഒരു ആക്രമണത്തെ ഭയന്ന് സമീപമുള്ള കുളത്തിലേക്ക് ഇയാൾ ചാടി എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഇയാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയതായാണ് ബംഗ്ലാദേശിൽ നിന്നും ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച ഒരു ആൾക്കൂട്ടം ഇയാളെ മർദ്ദിക്കുന്നതിന് മറ്റുമായി പിന്നാലെ പായുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആൾക്കൂട്ടാക്രമണത്തിൽ ഭയന്ന് സമാനമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകുമെന്നൊക്കെ ഭയന്ന് ഇയാൾ തൊട്ട് സമീപം കണ്ടൊരു കുളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബംഗ്ലാദേശ് പോലീസ് പറയുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയതായും പറയുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് 7ാമത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 7ാമത്തെ യുവാവാണ് കൊല്ലപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലേക്കുള്ള അതിരുകടന്നുള്ള തരത്തിലേക്കുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതാ ഇപ്പോൾ 7ാമത്തെ ഈ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 7ാമത്തെ യുവാവാണ് സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത്. നേരത്തെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ അതൃപ്തിയും ആശങ്കയും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലേക്ക് തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകൾക്ക് നേരെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.